നമ്മൾ അടുത്ത 2 ഡയമെൻഷണൽ മോഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 2 ഡയമെൻഷൻ മോഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത് പ്രൊജക്ടൈൽ മോഷൻ ആയിരുന്നു. അത് 2 രീതിയിലും നമ്മൾ പഠിച്ചു. ആംഗുലാർ പ്രൊജക്ടൈൽ ആൻഡ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ രണ്ടും നമ്മൾ മനസ്സിലാക്കി. അത് സഞ്ചരിക്കാനെടുത്ത സമയം, ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്, മാക്സിമം റേഞ്ച് എത്രയാണ്, മാക്സിമം ഹൈറ്റ് എത്രയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മറ്റൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. ദാറ്റ് ഈസ് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി ഒരു സർക്കിളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് മോഷൻസ് ആർ കോൾഡ് സർക്കുലർ മോഷൻ. ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. പ്ലാനറ്റ്സുകളുടെ മോഷൻ, എസ്പെഷ്യലി മെർക്കുറി, വീനസ്, അതായത് ബുധൻ, ശുക്രൻ തുടങ്ങിയ പ്ലാനറ്റുകൾ സർക്കുലർ ഓർബിറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ മോഷൻ ഓൾമോസ്റ്റ് സർക്കുലർ മോഷനാണ് കാണിക്കുന്നത്. ഫാനിൻ്റെ ലീഫ് കറങ്ങുന്നത് ഒരർത്ഥത്തിൽ സർക്കുലർ മോഷനാണ്. അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ സൂചി, ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്, സർക്കുലർ മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ സർക്കുലർ മോഷൻ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കിളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഈ മോഷനാണ് സർക്കുലർ മോഷൻ. ആൻഡ് ദിസ് മോഷൻ ഇസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. ഒരു പ്ലെയിനിൻ്റെ മുകളിലാണ് അത് കൺഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലനാർ മോഷനാണ് ഓർ 2 ഡയമെൻഷണൽ മോഷനാണ്. സ്പേസിലൂടെയുള്ള മോഷനായിട്ടല്ല ഇതിനെ പരിഗണിക്കുന്നത്. ഇതിനെ സാധാരണ സർക്കുലർ മോഷനെ പരിഗണിക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ മോഷനായിട്ടാണ്. സർക്കുലർ മോഷൻ പരിഗണിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാണാൻ നമുക്ക് പൊസിഷൻ വെക്റ്റർ ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഉണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വെലോസിറ്റി വെക്റ്റർ ഉണ്ട്. ആക്സലറേഷൻ മനസ്സിലാക്കാൻ ആക്സലറേഷൻ വെക്റ്റർ ഉണ്ട്. പക്ഷേ ഒരു സർക്കുലർ മോഷനിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബോഡിയുടെ പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനായി നമ്മൾ പുതിയ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുകയാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ സർക്കുലർ മോഷൻ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, സർക്കുലർ മോഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് 2 ഡയമെൻഷണൽ മോഷൻ. ഇൻ സർക്കുലർ മോഷൻ ആൻ ഒബ്ജക്റ്റ് ഈസ് റിവോൾവിങ് അറൗണ്ട് എ പോയിൻറ്റ് അലോങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ബേസിക്കലി സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. സർക്കുലർ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ പാരാമീറ്ററാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബേസിക്കലി എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ആംഗിൾസ്, ആംഗിൾസിൻ്റെ ടേംസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുക. അതാണ് സത്യത്തിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഒരു സർക്കുലർ മോഷൻ, ഇവിടെ കണ്ടിരിക്കുന്ന ഒരു സർക്കുലർ മോഷൻ സങ്കല്പിക്കുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഈ സർക്കുലർ പാത്തിൻ്റെ മുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, R ഈസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ. അപ്പം നമുക്ക് ഓരോ ലൊക്കേഷനിൽ ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നതിന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഈ റേഡിയസ് വെക്ടർ വരച്ചാൽ മതി. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ റേഡിയസ് വെക്ടർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഒബ്ജക്റ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് വെക്ടർ ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും. ഒബ്ജക്റ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ റേഡിയസ് വെക്ടർ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുക. ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ റേഡിയസ് വെക്ടർ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഓരോ ലൊക്കേഷനിലും ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ റേഡിയസ് വെക്ടർ കാണിച്ചു കൊടുത്ത് ആ പൊസിഷൻ എവിടെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇവിടെ നിൽക്കുന്ന സമയത്ത് റേഡിയസ് വെക്ടർ ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടെ നിൽക്കുന്ന സമയത്ത് റേഡിയസ് വെക്ടർ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടെ നിൽക്കുന്ന സമയത്ത് റേഡിയസ് വെക്ടർ ഇങ്ങോട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് വെക്ടറിന് എന്താവും സംഭവിക്കുന്നുണ്ടാവുക? റേഡിയസ് വെക്ടർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാവും ചെയ്യുന്നുണ്ടാവുക. ശരിയല്ലേ? ദിസ് ഇസ് വാട്ട് വി കോൾ സ്വൈപ്പിംഗ്. റേഡിയസ് വെക്ടർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന് ഇക്വലൻ്റ് ആണ് റേഡിയസ് വെക്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എയിൽ നിന്നും ബിയിലേക്ക് എത്തി എന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തി.
അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് ഞാനതിനെ ഡെൽറ്റ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേര് ആർക്ക് ലെങ്ത് എന്നാണ്. ആർക്ക് ലെങ്ത്, ചാപ നീളം, ആർക്ക് ലെങ്ത് ആണത് എ ബി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ എസ്. ഇതാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ലീനിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ലീനിയർ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എസ് എന്നുള്ളത്. ആ സമയത്ത് റേഡിയസ് വെക്ടറിന് എന്ത് സംഭവിച്ചു? റേഡിയസ് വെക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്ന റേഡിയസ് വെക്ടർ ഇതാ ഒരു സെർട്ടൈൻ ആംഗിൾ തിരിഞ്ഞു, ശരിയല്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്ന റേഡിയസ് വെക്ടർ ഒരു സെർട്ടൈൻ ആംഗിൾ തിരിഞ്ഞു. എത്ര ആംഗിൾ തിരിഞ്ഞു എന്ന് പറയുന്നതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗിവൺ ടൈം ഇൻ്റർവെൽ കൊണ്ട് റേഡിയസ് വെക്ടർ എത്ര സ്വൈപ്പ് ചെയ്യുന്നു, റേഡിയസ് വെക്ടർ ഒരു റെഫറൻസ് ലൈനിൽ നിന്നും എത്ര തിരിയുന്നു എന്ന് പറയുന്നതിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ, ആംഗിളിൻ്റെ ടേംസിൽ പറയുക. എയിൽ നിന്ന് ബിയിലെത്തിയപ്പോൾ ആക്ച്വലി ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എസ് ആണെന്ന് കരുതുക. എയിൽ നിന്ന് ബിയിലെത്തിയപ്പോൾ ഉണ്ടായ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എസ് ആണെന്ന് കരുതുക. ആ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ആംഗിളിൻ്റെ ടേംസിൽ പറയാം. റേഡിയസ് വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ ഡിസ്പ്ലേസ്മെന്റ് ഒ എ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നും ഒരു ഡെൽറ്റ തീറ്റ തിരിഞ്ഞ് ഒ ബി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഡ്യൂറിങ് ദിസ് ട്രാൻസിഷൻ ഒരു ആംഗിൾ അവിടെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ആംഗിൾ ഇസ് കോൾഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആംഗിളാണ്, ഡെൽറ്റ തീറ്റയാണ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മാത്സിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആംഗിൾ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആംഗിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്, അല്ലേ? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ആണ്, ഡിവൈഡഡ് ബൈ ദ റേഡിയസ് ദാറ്റ് ഈസ് ആർ. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിൻ്റെ മെഷർ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ദ റേഡിയസ്. അപ്പോൾ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ബൈ വിച്ച് ദ റേഡിയസ് വെക്ടർ സ്വൈപ്സ്, ഇതിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് അലോങ് ദ ആക്സിസ്. ഇവിടുന്ന് അങ്ങോട്ട് തിരിയുമ്പം ഈ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആംഗിൾ ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ തീറ്റയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് അലോങ് ദ ആക്സിസ്. ആക്സിസിൽ ഡിറക്ഷൻ പറയുന്നത് കൊണ്ട് ഇതിനെ ആക്സിയൽ വെക്ടർ എന്നാണ് പറയുക. ആക്സിസിൻ്റെ ടേംസിൽ നമ്മൾ ഡിറക്ഷൻ പറയുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആക്സിയൽ വെക്ടർ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ആംഗിളിൻ്റെ ഇത് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്നുള്ളത് റേഡിയൻ ആണ്. റാഡ് എന്നാണത് ഡിനോട്ട് ചെയ്യാറുള്ളത്, റാഡ്. ഡിഗ്രിയിലും പറയാം, പക്ഷേ ഡിഗ്രി എസ് ഐ യൂണിറ്റ് അല്ല. എസ് ഐ സിസ്റ്റം എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ആംഗിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രിയിലും പറയാം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ അത് കൺവേർട്ട് ചെയ്യാം? 360 ഡിഗ്രി, 360 ഡിഗ്രി എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 revolution. And that is equal to 1 revolution. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു തവണ കറങ്ങുക. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി തിരിച്ച് എയിൽ തന്നെ എത്തുക, അതാണ് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെവല്യൂഷൻ സംഭവിക്കുമ്പം ഈ റേഡിയസ് വെക്ടർ എത്ര ആംഗിളാണ് തിരിയുന്നത്? 360 ഡിഗ്രി തിരിയുന്നു, ശരിയല്ലേ? എയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തുന്നു. 360 ഡിഗ്രി തിരിയുന്നു. 360 ഡിഗ്രി തിരിയാന്ന് പറഞ്ഞാൽ 2π റേഡിയൻ തിരിയുന്നു. എത്രയാണ് റേഡിയൻസിൻ്റെ ടേംസിൽ പറഞ്ഞാൽ 2π റേഡിയൻ തിരിയുന്നു. 2π റേഡിയൻ തിരിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റെവല്യൂഷൻ എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ. ആംഗിളിൻ്റെ ടേംസിൽ ഡിസ്പ്ലേസ്മെന്റ് പറയാം, അതാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ഈ ഭാഗത്ത് പഠിക്കേണ്ട രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന അത് ഒമേഗ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഒമേഗ. ഈ ലെറ്റർ കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി
ആംഗിൾസിൻ്റെ ടേംസിൽ പറയുക. അതാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താ ലീനിയർ വെലോസിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, സോ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, ആംഗിൾ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ, ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് അതിൻ്റെ നിർവചനം, ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡെൽറ്റ ടി സമയം കൊണ്ട് എത്ര ആംഗിൾ തിരിഞ്ഞു? ഡെൽറ്റ തീറ്റ തിരിഞ്ഞു എന്ന് കരുതുക. നോക്കൂ, ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ തീറ്റ ആംഗിൾ തിരിഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ആംഗിൾ തിരിഞ്ഞു? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, റൈറ്റ് അല്ലേ? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആയിരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞ ആംഗിൾ. ഇതാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഡിഫൈൻ ചെയ്യുമ്പം ഡ്യൂ ടു സം റീസൺസ് അത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം ഇൻ്റർവൽ ഉണ്ടല്ലോ, അത് എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കുന്നുവോ നിങ്ങൾ അത്രത്തോളം ചെറുതാക്കുക. ആരെ? ഈ ടൈം ഇൻ്റർവെലിനെ നിങ്ങൾ പരമാവധി ചെറുതാക്കുക. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുന്നത്. ഡെൽറ്റ ടി ടെൻസ് ടു 0, 0യിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ടൈം ഇൻ്റർവൽ എത്രത്തോളം ചെറുതാക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അതിനെ ചെറുതാക്കുന്നു എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് ആംഗുലർ വെലോസിറ്റി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി. ഇങ്ങനെയാണ് ഒമേഗയുടെ ഡെഫിനിഷൻ. ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ആൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ലീനിയർ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ആൾ ആംഗുലാർ വെലോസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആംഗുലാർ വെലോസിറ്റിയുടെ ഡിറക്ഷനും ഈ ആക്സസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയായിരിക്കും. അതായത് ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ആ ഡിറക്ഷനിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് പാംസ് വെക്കുക. അപ്പോൾ തമ്പ് എങ്ങോട്ടാണോ അതായിരിക്കും ആംഗുലാർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയുടെ ഡിറക്ഷനും ആക്സസ് ഓഫ് റൊട്ടേഷൻ്റെ ഡിറക്ഷനിൽ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ഡെൽറ്റ തീറ്റയുടെ യൂണിറ്റ് റേഡിയനാണ്, ഡെൽറ്റ തീറ്റയുടെ യൂണിറ്റ് റേഡിയനാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് ഇതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് റേഡിയനാണ്, ഇതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡാണ്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ 0 ആണ്. കാരണം ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ദിസ് ഇസ് ഓൾസോ ഡിസ്റ്റൻസ്. സോ ഡെൽറ്റ എസ് ബൈ ആർ എന്ന് പറഞ്ഞാൽ മുകളിലും ഡിസ്റ്റൻസ് താഴെയും ഡിസ്റ്റൻസ്, അതുകൊണ്ട് ഇതിന് ഡയമെൻഷൻ ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് എം റൈസ് ടു 0, എൽ റൈസ് ടു 0 ആൻഡ് ടി റൈസ് ടു 0. ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ. അതിന് ഡയമെൻഷൻ ഉണ്ടായിരിക്കില്ല. ഇവിടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡെൽറ്റ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല, പക്ഷേ ഡെൽറ്റ ടിക്ക് ഡയമെൻഷൻ ഉണ്ട്. ഡെൽറ്റ ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ബട്ട് ടി റൈസ് ടു -1. ഇതായിരിക്കും ഡയമെൻഷൻ വരിക, കാരണം ഡിവൈഡഡ് ബൈ ടൈം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ ഫിസിക്കൽ പാരാമീറ്ററിൻ്റെ പ്രത്യേകത, മുകളിൽ കാണിച്ചിരിക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ പാരാമീറ്ററിൻ്റെ പ്രത്യേകത ഡയമെൻഷൻ ഇല്ല, പക്ഷേ യൂണിറ്റ് ഉണ്ട്. സാധാരണ രീതിയിൽ ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കൊന്നും യൂണിറ്റ് ഉണ്ടാകാറില്ല, പക്ഷേ ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ്. ഇദ്ദേഹത്തിന് ഡയമെൻഷൻ ഇല്ല, ബട്ട് ഇറ്റ് ഹാസ് യൂണിറ്റ്. ഇദ്ദേഹത്തിന് ഡയമെൻഷനുണ്ട്, യൂണിറ്റ് ഉണ്ട്. ഡയമെൻഷൻ m0, l0, t റൈസ് ടു -1, യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പാരാമീറ്റർ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് പറയാം ഡി തീറ്റ ബൈ ഡി ടി. ഇതാണ് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. ഇതിനൊരു ലീനിയർ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ലൊക്കേഷനിൽ അതിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡിറക്ഷനിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് ആണ്. ഈ ലൊക്കേഷനിൽ അതിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡിറക്ഷനിൽ വരയ്ക്കുന്ന അതിൻ്റെ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ലീനിയർ വെലോസിറ്റി ടാൻജൻഷ്യൽ ടു ദ റൊട്ടേഷൻ. ആ സർക്കംഫറൻസിൻ്റെ ടാൻജൻഷ്യലായിട്ട്, ആ സർക്കിളിൻ്റെ ടാൻജൻഷ്യലായിട്ട് നിങ്ങൾക്കൊരു ലീനിയർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും
ഇയാൾക്ക് ഒരു ലീനിയർ വെലോസിറ്റി ഉണ്ട്. ഇയാൾക്കൊരു ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ. അതായത് യൂണിറ്റ് സമയം കൊണ്ട് എത്ര ആംഗിൾ തിരിയുന്നു അത്ര ആലോചിച്ചാൽ മതി. അതായത് ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ വെച്ചിട്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരിയുന്നത്. അതാണ് ആംഗുലാർ വെലോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആംഗുലാർ വെലോസിറ്റിയും ഈ പറയുന്ന ലീനിയർ വെലോസിറ്റിയും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ ഡിറൈവ് എ കണക്ഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ഇങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിക്ക് എന്തുണ്ട്? ലീനിയർ വെലോസിറ്റിയും ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻ. ഇനി അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എങ്ങനെയാണ്? ആംഗുലർ വെലോസിറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ആക്സിസിൻ്റെ ഡിറക്ഷനിലാണ് ആംഗുലർ വെലോസിറ്റി ഉള്ളത്. ഇനി എങ്ങനെ നമുക്ക് ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യാം? ഇതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി നമ്മൾ പഠിച്ച ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. ദറ്റ് ഈസ് ഡെൽറ്റ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ is equal to the linear displacement delta s divided by r എന്നെടുക്കുന്നു. ഓക്കെ, ഇനി രണ്ട് സൈഡിൽ നമ്മൾ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ 1/r ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സോ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ രണ്ട് സ്ഥലത്തും കൊടുക്കുന്നു. അപ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 1/r പുറത്തേക്ക് എടുക്കുന്നു. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, അതായത് രണ്ട് ഭാഗത്തും നമ്മൾ ലിമിറ്റിംഗ് കണ്ടീഷൻ എടുക്കുന്നു. ലിമിറ്റിംഗ് കണ്ടീഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈം ഇൻ്റർവെൽ കുറയ്ക്കുന്നു എന്നേ ഫിസിക്കലി ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനെ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമെങ്കിലും ഫിസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ടൈം ഇൻ്റർവെൽ കുറയ്ക്കുന്നു, പരമാവധി നിങ്ങൾ ടൈം ഇൻ്റർവെൽ കുറയ്ക്കുന്നു. ഇൻ സച്ച് സിറ്റുവേഷൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. ഈ സാധനത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇദ്ദേഹത്തെ നമ്മൾ ഡി തീറ്റ ബൈ ഡി ടി എന്നാണ് എഴുതുന്നത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി. ഇത് മാത്തമാറ്റിക്സ് ആണ്, മാത്തമാറ്റിക്കൽ ഐഡിയ ആണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെയാണ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് വിളിക്കുന്നത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെയാണ് ഡി എസ് ബൈ ഡി ടി എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി? d theta by dt is the angular velocity. It is omega. Angular velocity omega into divided by 1/r into ds by dt. S എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ds by dt. This is the linear velocity v എന്നുള്ളത്. Therefore I can write v is equal to the linear velocity is equal to angular velocity into r. ഇതാണ് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഓക്കെ, ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇതാണ്. വി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ. വി ലീനിയർ വെലോസിറ്റി ഓഫ് ദ ബോഡി, ഒമേഗ ഇസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ബോഡി, ആർ ഇസ് ദ റേഡിയസ് ഓഫ് റൊട്ടേഷൻ. ആ സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ velocity is a vector quantity, omega is also a vector quantity, r the radius vector, this is also a vector quantity. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്ടർ ക്വാണ്ടിറ്റികൾ വന്നാൽ വെക്ടോറിക്കലി അത് എഴുതണം. ഇത് നമ്മൾ ജസ്റ്റ് സ്കേലാർ ഇക്വേഷനാണ്, ഇത് സ്കേലാർ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു ആർ. ദിസ് ഇസ് എ സ്കേലാർ ഇക്വേഷൻ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വെക്ടർ നൊട്ടേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞാനതിപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ എഴുതിയിരുന്നുള്ളൂ. That is, the vector equation for the linear velocity is vector v is equal to omega cross vector r. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയും റേഡിയസ് വെക്ടറും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണ് ലീനിയർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ. ദിസ് ഇസ് നോട്ട് വി ന്യൂ, ഇത് ന്യൂ ഒന്നുമല്ല, നമ്മുടെ ലീനിയർ വെലോസിറ്റിയുടെ വി ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ലീനിയർ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്താണ് ആംഗുലാർ വെലോസിറ്റി? ദ റേറ്റ് അറ്റ് വിച്ച് ആംഗിൾ ടേൺസ്.
ഓരോ സെക്കൻഡിലും എത്ര ആംഗിൾ വെച്ച് തിരിയുന്നു, ഇതാണ് ആംഗുലർ വെലോസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഡി തീറ്റ ബൈ ഡി ടി. അതിൻ്റെ യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ് ആണ്. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് ചോദിച്ചാൽ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ v ഈക്വൽ ടു ഒമേഗ ആർ. ഇൻ ദ വെക്റ്റർ ഫോം ഇറ്റ് ഈസ് v ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്നുള്ളതായിരിക്കും. അടുത്തത് ആംഗുലാർ ആക്സലറേഷൻ. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ വെലോസിറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ആംഗുലർ ആക്സലറേഷൻ. സോ അടുത്തത് ആംഗുലാർ acceleration, and this is denoted by the letter alpha. Alpha എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. Angular acceleration is defined as the rate of change of angular velocity. Angular velocityയുടെ rate of changeനെയാണ് angular acceleration എന്ന് പറയുന്നത്. So angular acceleration alpha is equal to d omega by dt. ഇതാണ് സാധനം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ലീനിയർ ആക്സലറേഷൻ. അപ്പോൾ ഞാനിനി അതിനെ ലീനിയർ വെലോസിറ്റി, ലീനിയർ ആക്സലറേഷൻ എന്നാണ് പറയുക. ഇതുവരെ നമ്മൾ വെലോസിറ്റി ആക്സലറേഷൻ എന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ലീനിയർ വേറെ, ആംഗുലർ വേറെ. അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി, അപ്പോൾ നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ലീനിയർ വെലോസിറ്റി എന്ന് ഡിഫൈൻ ചെയ്തത്. അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ലീനിയർ ആക്സലറേഷൻ എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അതുപോലെ നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വിച്ച് ഇസ് ബേസിക്കലി ആംഗിൾ. ആംഗിളിൻ്റെ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആംഗുലർ ആക്സലറേഷൻ. അതായത് ഓരോ സെക്കൻഡിലും ആംഗുലർ വെലോസിറ്റി എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഓരോ സെക്കൻഡിൽ എങ്ങനെ മാറുന്നു എന്ന് പറയാനാണ് ആംഗുലർ ആക്സലറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗുലർ ആക്സലറേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ഡി ഒമേഗ ബൈ ഡി ടി. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മുടെ ലീനിയർ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. ഇത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത് m റൈസ് ടു 0, l റൈസ് ടു 0, ഒരു ടൈമിൻ്റെയും കൂടെ വരും, ദറ്റ് ഈസ് t റൈസ് ടു -2. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, t റൈസ് ടു -1 വന്നതാണ് ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ. t റൈസ് ടു -2 വരുന്നതാണ് ഇതിൻ്റെ ഡയമെൻഷൻ വരിക. m റൈസ് ടു 0, l റൈസ് ടു 0, t റൈസ് ടു -2. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആംഗുലർ ആക്സലറേഷൻ. അതിൻ്റെ യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ ആകുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലീനിയർ ആക്സലറേഷൻ ഉണ്ടായിരിക്കാം. ലീനിയർ ആക്സലറേഷനും ആംഗുലർ ആക്സലറേഷനും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ആ ഇക്വേഷൻ തന്നെ എടുക്കുന്ന ഡെഫിനിഷൻ പ്രകാരം ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി ടി. ഇതാണ് ആൽഫ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഒമേഗ എന്താണ്? ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ. ശരിയല്ലേ? കാരണം വി ഈക്വൽ ടു ആർ ഒമേഗ അല്ലേ? വി ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പം ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എഴുതാം. വി ഈക്വൽ ടു ആർ ഒമേഗ വി ഈക്വൽ ടു ആർ ഒമേഗ. രണ്ട് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ഒമേഗ. ഓക്കെ, സോ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ഒമേഗ എന്നാണ് നമുക്ക് കിട്ടുക. ആർ ഇസ് എ കോൺസ്റ്റൻറ്റ്. സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് റേഡിയസിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് കിട്ടും. ഇവിടെ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഡി വി ബൈ ഡി ടി ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഡി വി ബൈ ഡി ടി ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി. ഇതാണ് ലീനിയർ ആക്സലറേഷൻ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലീനിയർ ആക്സലറേഷൻ എ എന്ന് പറയുന്നത്. ദിസ് ഇസ് ആർ, ആംഗുലർ റേഡിയസ് എന്ന് പറയുന്ന സാധനം. ഇനി ഡി ഒമേഗ ബൈ ഡി ടി, ഡി ഒമേഗ ബൈ ഡി ടി ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ലീനിയർ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ ആൽഫ. ലീനിയർ ആക്സലറേഷൻ എ ഈക്വൽ ടു
ആർ ആൽഫ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ആൽഫ ഈസ് ദ ആംഗുലാർ ആക്സലറേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇതും വെക്ടറാണ്, ഇതും വെക്ടറാണ്, ഇതും വെക്ടറാണ്. അപ്പോൾ ഇത് വെക്ടോറിക്കലി എഴുതി കഴിഞ്ഞാൽ ദ ഇക്വേഷൻ ഇസ് ദിസ്: ലീനിയർ ആക്സലറേഷൻ എ ഈക്വൽ ടു ആംഗുലർ ആക്സലറേഷൻ ആൽഫ ക്രോസ് വിത്ത് ആർ. പ്രത്യേകം ശ്രദ്ധിക്കണം, ആർ ക്രോസ് ആൽഫ അല്ല, ആൽഫ ക്രോസ് ആർ ആണ്. ബിക്കോസ് ഐ ടോട്ട് യു ദാറ്റ് എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും തുല്യമല്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ക്രോസ് എഴുതുമ്പോൾ തോന്നിയ പോലെ എഴുതിയാൽ ശരിയാവില്ല. ഇവിടെ എ ആണ് ലീനിയർ ആക്സലറേഷൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു ആംഗുലർ ആക്സലറേഷൻ ക്രോസ് വിത്ത് ആർ. അപ്പം എന്താണ് ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി, ലീനിയർ ആക്സലറേഷൻ, ആംഗുലർ ആക്സലറേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. വളരെ സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗിൾസിൻ്റെ ടേംസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുക, അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി വെലോസിറ്റി ആംഗിൾസിൻ്റെ ടേംസിൽ പറയുക, അതായത് ഓരോ സെക്കൻഡിലും എത്ര ആംഗിൾ വെച്ച് തിരിയുന്നു എന്ന് പറയുക, അതാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഓരോ സെക്കൻഡിലും എങ്ങനെ ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, അതാണ് ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ, ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ്, റേഡിയൻ പെർ സെക്കൻഡ്. ആംഗുലർ ആക്സലറേഷൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇവർ തമ്മിലുള്ള ലീനിയർ വെലോസിറ്റികളും ലീനിയർ ആക്സലറേഷനുമായിട്ടുള്ളവരുടെ റിലേഷൻ. ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സലറേഷൻ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വി ഈക്വൽ ടു ആർ ഒമേഗ. ഇവിടെ എ ഈക്വൽ ടു ആർ ആൽഫ. വെക്ടോറിക്കലി എഴുതുകയാണെങ്കിൽ വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ, ആൽഫ ഈക്വൽ ടു എ ഈക്വൽ ടു ആൽഫ ക്രോസ് ആർ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് പാരാമീറ്റേഴ്സ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അത് ഇതിൻ്റെ ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്ന് പറയുന്ന രണ്ട് പാരാമീറ്ററാണ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം, ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം, ഇതൊരു തവണ റിവോൾവ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം, അതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം, അതാണ് ടൈം പീരീഡ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ടി. ഇനി നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അതിനെയാണ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി. അപ്പം രണ്ട് ടേമും കൂടി ഉണ്ട്. ഒന്ന് ഫ്രീക്വൻസി, ഇത് ന്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇതാണ് ആ ലെറ്റർ ന്യൂ. ഇത് ടൈം പീരീഡ്. ദിസ് ഈസ് കോൾഡ് ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. അതാണ് ടൈം പീരീഡ്. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻസ് ഉണ്ടാവുന്നു, അതാണ് ഫ്രീക്വൻസി. ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ഫ്രീക്വൻസി എന്നുള്ളത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് 1/ടൈം, അതായത് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതായിരിക്കും ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. ദിസ് ഇസ് കോൾഡ് ഹെർട്സ്. ഹെർട്സ്. അപ്പോൾ ഒരു സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ആക്ച്വലി ഒരു ഹെർട്സ് എന്ന് പറയുന്നത്. HZ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് അഥവാ ഹെർട്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് ആംഗുലർ വെലോസിറ്റി എങ്ങനെ പറയാം? ഇവിടെ നോക്കൂ, ആംഗുലർ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ, ആംഗുലർ വെലോസിറ്റി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ടേൺഡ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടൈം ടേക്കൺ. അതിനെടുത്ത സമയം. അപ്പോൾ നിങ്ങൾ ഒരു ഫുൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു ഫുൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ ടേൺഡ് എത്രയാണ്? ഇറ്റ് ഈസ് 2π. ആംഗിൾ ടേൺഡ് എന്ന് പറഞ്ഞാൽ 2π. ഒരു ഫുൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെ ഒരു തവണ കറങ്ങാൻ എടുക്കുമ്പോൾ എത്ര ആംഗിൾ തിരിഞ്ഞു? 2π ആംഗിൾ തിരിയുന്നു. അതിനെടുക്കുന്ന സമയം എത്രയാണ്? ക്യാപിറ്റൽ ടി. അതിനെടുക്കുന്ന സമയം എത്രയാണ്? ക്യാപിറ്റൽ ടി.
അപ്പോൾ 2π റേഡിയൻ തിരിയാൻ എത്ര സമയം എടുത്തു? ക്യാപിറ്റൽ T സമയം എടുത്തു. സോ 2π/t ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആംഗുലാർ വെലോസിറ്റി എന്നുള്ളത് കിട്ടുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ ഒരു ഇക്വേഷനാണ്. നിങ്ങൾക്ക് എല്ലാ സമയത്തും സെക്കൻഡ് ഇയറിലൊക്കെ ആവശ്യം വരുന്ന ഒരു ഇക്വേഷനാണ്, പഠിച്ചു വെക്കണം. ഒമേഗ ഈക്വൽ ടു 2π/t. ഇത് വേറെ രീതിയിൽ എഴുതാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 1/t എന്ന് എഴുതാം അല്ലേ. 1/t എന്താണ്? ഇറ്റ് ഈസ് ഫ്രീക്വൻസി. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 2π ന്യൂ. നിങ്ങൾക്ക് ഒമേഗ ഈക്വൽ ടു 2π/t എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2π ന്യൂ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി, ടി ഈസ് ദ ടൈം പീരീഡ്. ഒരു റൊട്ടേഷനിൽ എത്ര ആംഗിൾ തിരിഞ്ഞു? 2π തിരിഞ്ഞു. അതിനെടുത്ത സമയം t. therefore 2π/t എന്ന് പറയുന്നതാണ് ആംഗുലാർ വെലോസിറ്റി, which can also be written as 2π ന്യൂ.